ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ആശങ്കാജനകമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന ജില്ലാ സമ്മേളനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഷമീൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വയംഭരണാവകാശം സംരക്ഷിക്കപ്പെടണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നിയന്ത്രിക്കപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെയും അധ്യാപക സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് നടന്ന കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഷമീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നല്ലളം നാസർ മദനി അവാർഡ് താമരശ്ശേരി അബ്ദുൽ കലാം മാസ്റ്റർക്ക് സമ്മേളന വേദിയിൽ സമ്മാനിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനാ നേതാക്കൾക്കുള്ള യാത്രയയപ്പ് നൽകി. സംസ്ഥാന സ്കൂൾ അറബി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ട്രഷറർ ഇ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് അവർകൾ പറഞ്ഞ കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഇനി നമ്മുടെ സംഘടന വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അറബികളുമായി വളരെയേറെ ബന്ധമുള്ള ആളുകളാണ് നമ്മളിപ്പോൾ. എല്ലാവരും അറബിയിലെ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്ന ആളുകളാണ്. അപ്പൊ അത്രയും വലിയൊരു ദൃഢബന്ധമുള്ള അറബി ഭാഷയുടെ ഒരു സർവകലാശാല കേന്ദ്രത്തിലുണ്ടാകാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അറിയിച്ചുകൊണ്ട് സമ്മേളനത്തിൽ EC നൌഷാദ്, P അബ്ദുൾ ജലീൽ, SV ഷീർഷാദ്, ഷജീർ ഖാൻ ബയ്യാനം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.